കോഴിക്കോട്ടുകാർക്ക് ഫുട്ബോൾ ഒരു വികാരമാണ്. അത് തിരിച്ചറിയാൻ വേണ്ടി ഓമശ്ശേരിയിലെ ഈ വയൽ പ്രദേശത്തേക്ക് എത്തിയാൽ മാത്രം മതി. ആ കാഴ്ച എന്താണെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാം. നമ്മുടെ അമ്പലക്കണ്ടിയിലെ വേൾഡ് കപ്പിൻ്റെ ആവേശം തുടങ്ങിയത് ആ കാണുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കട്ടൗട്ടിലൂടെയാണ്. അതിന് തുടക്കം കുറിച്ച ആളാണ് തൊട്ടടുത്തുള്ള നമ്മുടെ ഇഷ്ട ടീമല്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ ആ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഇവിടുത്തെ വേൾഡ് കപ്പിൻ്റെ ആവേശം തുടങ്ങിയത്. മറുപടിയായിട്ട് ഞങ്ങളിതാ ബ്രസീൽ ഫാൻസ് നെയ്മറിന്റെ അതിമനോഹരമായ ഒരു കൂറ്റൻ കട്ടൗട്ട് ഇന്നലെ ഇവിടെ സ്ഥാപിച്ചു. ഇന്ന് മെസ്സിയുടെ കട്ടൗട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നാടെങ്ങും ഫുട്ബോൾ ലഹരിയിൽ മുങ്ങിയെടുക്കുന്ന സമയത്ത് അമ്പലക്കണ്ടിയിലേക്ക് എല്ലാവരും വിളിച്ചു പോകുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അമ്പലക്കണ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടൗട്ടിന് ഏകദേശം 20K ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം 10 രൂപേൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ. ഞങ്ങളത് കണ്ട് ഇവരെല്ലാവരും നല്ലൊരു പൈസ അവർക്കും ചിലവായി, അതിൽ കൂടുതൽ അവർക്കും ആയിട്ടുണ്ടെന്ന് പറയുന്നു. ഫാൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അർജന്റീനക്കും ബ്രസീലിനേക്കും. ഞങ്ങൾ 10-12 ആളേ ഉള്ളൂ, പക്ഷെ 10-12 ആളെ ഫാൻസ് ഉണ്ട്. സെനഗലിന് വരെ ഇവിടെ ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ടീമിനെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടീമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ ഇപ്പോൾ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫുട്ബോൾ മയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്പലക്കണ്ടി. പത്ത് 12 ആൾ കൂടി ചെറിയ ചെക്കന്മാരുടെ എല്ലാവരുടെയാണ് റൊണാൾഡോനെ വെച്ചതോടുകൂടി ചളിയത്തിൽ ഇറങ്ങാത്ത ആൾക്കാർ വരെ ചളിയത്തിൽ ഞങ്ങൾ ഇറക്കി. ഇവനൊക്കെ ഇപ്പോൾ ഒരു മാസത്തെ ലീവിന് വന്നാണ്. ചളി എന്താണ് പോലെ അറിയാത്ത ഇവന് വരെ ഇറങ്ങി ഫുള്ള് സജീവമായിട്ട് അവർക്ക് വെക്കേണ്ടി വന്നു. 2022 തന്നെ ഞങ്ങൾ ഒരു കട്ടൗട്ട് വെക്കണമെന്ന് വിചാരിച്ചതാണ് അമ്പലക്കണ്ടിയിൽ. പക്ഷേ അന്ന് ഈ സാങ്കേതിക കാരണങ്ങളാൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം 2026 നമ്മളെ പോർച്ചുഗൽ ടീമിന് നമ്മുടെ മുത്തായിട്ടുള്ള നിയാസ് അമ്പലക്കണ്ടിയാണ് അതിന് നേതൃത്വം വഹിച്ചത്. നിയാസിൻ്റെ ഇഷ്ടതാരാണ് നമ്മളെ റൊണാൾഡോ. ഇപ്രാവശ്യം കപ്പ് നേടണം എന്നുള്ള ആവേശം നിയാസിന് അത്രയ്ക്കും. അതിനാൽ ഗൾഫ് നിർത്തിയിട്ട് ഒരു 2 മാസത്തേക്ക് വിസിറ്റിങ്ങിന് വന്നാണ്. ഈ കളിയും ഈ ആവേശത്തിന് വേണ്ടിയിട്ട്. ആവേശമാണല്ലോ, എല്ലാവർക്കും ആവേശമല്ലേ. ലോകകപ്പ് നടക്കുന്ന അങ്ങ് അമേരിക്കയിലാണെങ്കിലും അതിന്റെ ആവേശം ഇങ്ങ് ഓമശ്ശേരിയിലാണ്.